Hi all, welcome back to the channel Mallu Techies. കഴിഞ്ഞ രണ്ട് പാർട്ടിലും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സി പ്രോഗ്രാമിലെ ലൂപ്സിനെ കുറിച്ചാണ്. നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ലൂപ്പ് ഉപയോഗിക്കുന്നത്. നമുക്ക് വേണ്ട കണ്ടീഷൻസ് ട്രൂ ആവുന്നത് വരെ ഒരു ബ്ലോക്ക് ഓഫ് സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്നതാണ് ലൂപ്പിന്റെ പർപ്പസ്. സി പ്രോഗ്രാമിൽ 3 തരം ലൂപ്സ് ആണ് ഉള്ളത്. ഫോർ ലൂപ്പ്, വൈൽ ലൂപ്പ്, ഡു വൈൽ ലൂപ്പ്. ആദ്യം തന്നെ ഫോർ ലൂപ്പ്. ഫോർ ലൂപ്പിന്റെ സിന്റാക്സ് ഫോർ പരാന്തസിസിനുള്ളിൽ ഇനീഷ്യൽ എക്സ്പ്രഷൻ സെമികോളൻ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമികോളൻ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ്, കേർലി ബ്രേസിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്. ഇനി ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യം ഇനീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ഒറ്റ തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുന്നു. പിന്നീട് ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യും. ഇത് ഫോൾസ് ആണെങ്കിൽ ലൂപ്പ് എൻഡ് ചെയ്യുകയും ട്രൂ ആണെങ്കിൽ ലൂപ്പിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ആവുകയും ചെയ്യും. പിന്നീട് അപ്ഡേറ്റ് എക്സ്പ്രഷൻ അപ്ഡേറ്റ് ആവുകയും വീണ്ടും ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുകയും ചെയ്യും. ഈ ഒരു പ്രോസസ്സ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുന്നത് വരെ തുടരും. ഫോർ ലൂപ്പിന്റെ ഒരു എക്സാമ്പിൾ ആണ് സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു പ്രോഗ്രാമിൽ ആദ്യം നമ്മൾ I എന്നൊരു ഇന്റീജറിനെ ഡിക്ലെയർ ചെയ്യും. പിന്നീട് ഫോറിനുള്ളിൽ ഇനീഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയി I is equal to 1 കൊടുത്തു. ടെസ്റ്റ് എക്സ്പ്രഷൻ ആയി I less than 6, അപ്ഡേറ്റ് എക്സ്പ്രഷൻ ആയി I++ കൊടുത്തു. ലൂപ്പിനുള്ളിൽ സക്സസ് പ്രിന്റ് ചെയ്യാനുള്ള കോഡുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ കൺട്രോളർ ആദ്യം I is equal to 1 എന്ന സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. I എന്നത് 6നേക്കാൾ കുറവാണെങ്കിൽ സക്സസ് എന്ന വേർഡ് പ്രിന്റ് ചെയ്യും. ആദ്യം I is equal to 1 ആയതിനാൽ കണ്ടീഷൻ ട്രൂ ആവുകയും സക്സസ് പ്രിന്റ് ആവുകയും ചെയ്യും. അടുത്തത് I എന്നത് അപ്ഡേറ്റ് ചെയ്യും. I++ എന്നത് ഇൻക്രിമെന്റ് ഓപ്പറേറ്റർ ആണ്. അപ്പോൾ Iയുടെ വാല്യൂ 1ൽ നിന്ന് 2 ആവും. അപ്പോഴും കണ്ടീഷൻ ട്രൂ ആയതിനാൽ സക്സസ് 2 തവണ പ്രിന്റ് ആവും. ഈ ഒരു പ്രോസസ് Iയുടെ വാല്യൂ 5 ആകുന്നത് വരെ തുടരും. 5 ടൈംസ് സക്സസ് പ്രിന്റ് ആവുകയും ചെയ്യും. പിന്നീട് Iയുടെ വാല്യൂ 6 ആവുമ്പോൾ കണ്ടീഷൻ ഫോൾസ് ആവുകയും ലൂപ്പ് ബ്രേക്ക് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഈ പ്രോഗ്രാമിൽ നടക്കുന്നത്. അടുത്തത് വൈൽ ലൂപ്പ്. വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് വൈൽ പരാന്തസിസിനുള്ളിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ പിന്നീട് കേർലി ബ്രേസിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്. ഇതിന്റെ വർക്കിംഗ് കൺട്രോളർ ആദ്യം ടെസ്റ്റ് എക്സ്പ്രഷൻ ചെക്ക് ചെയ്യും. ഇത് ട്രൂ ആണെങ്കിൽ ലൂപ്പിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. ഈ ലൂപ്പ് ടെസ്റ്റ് എക്സ്പ്രഷൻ ഫോൾസ് ആവുന്നത് വരെ കണ്ടിന്യൂ ചെയ്യും. വൈൽ ലൂപ്പിന്റെ എക്സാമ്പിൾ ആണ് ഈ ഒരു പ്രോഗ്രാം. ഇതിൽ I എന്നൊരു വേരിയബിൾ ലൂപ്പിന് പുറത്ത് വാല്യൂ 1 ആക്കി ഡിക്ലെയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് വൈൽ കണ്ടീഷനായി I less than or equal to 5 കൊടുത്തു. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നേരത്തെ കൊടുത്ത പോലെ തന്നെ സക്സസ് പ്രിന്റ് ചെയ്യാനാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റേറ്റ്മെന്റ് കഴിഞ്ഞാണ് വൈൽ ലൂപ്പിൽ അപ്ഡേറ്റ് എക്സ്പ്രഷൻ കൊടുത്തിട്ടുള്ളത്. ഈ പ്രോഗ്രാമിന്റെ ഔട്ട്പുട്ട് നേരത്തെ പോലെ തന്നെ 5 ടൈംസ് സക്സസ് പ്രിന്റ് ചെയ്യും. I is equal to 5 കൊടുത്തതിനാൽ Iയുടെ വാല്യൂ 5 ആകുന്നത് വരെ മാത്രമേ ഈ ലൂപ്പ് വർക്ക് ചെയ്യുന്നു. ഇനി ഡു വൈൽ ലൂപ്പ്. ഈ ലൂപ്പ് ഏകദേശം വൈൽ ലൂപ്പിനോട് സിമിലർ ആണ്. ആകെയുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഡു വൈൽ ലൂപ്പിലെ ബോഡി ഒരു തവണ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ ടെസ്റ്റ് എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്നുള്ളൂ. അതിന്റെ സിന്റാക്സ് ഡു കേർലി ബ്രാക്കറ്റിനുള്ളിൽ സ്റ്റേറ്റ്മെന്റ്, അത് കഴിഞ്ഞ് വൈൽ പരാന്തസിസിനുള്ളിൽ ടെസ്റ്റ് എക്സ്പ്രഷൻ സെമികോളൻ ഇങ്ങനെയാണ്. ഈ ലൂപ്പിൽ ആദ്യം ഡൂവിനുള്ളിലെ സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യും. എന്നിട്ട് വൈലിനുള്ളിലെ കണ്ടീഷൻ ചെക്ക് ചെയ്യും. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ സ്റ്റേറ്റ്മെന്റ് വീണ്ടും എക്സിക്യൂട്ട് ചെയ്യും. ഈ കണ്ടീഷൻ ഫോൾസ് ആണെങ്കിൽ ലൂപ്പിൽ നിന്ന് ബ്രേക്ക് ആവും. ഇതിന്റെ എക്സാമ്പിൾ പ്രോഗ്രാം ആണിത്. ഇതിൽ A എന്ന വേരിയബിളിന്റെ വാല്യൂ 1 ആക്കി ലൂപ്പിന് പുറത്ത് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഡൂവിനുള്ളിൽ ബോഡി സ്റ്റേറ്റ്മെന്റ് ആയി സക്സസ് പ്രിന്റ് ചെയ്യാനുള്ള കോഡും അത് കഴിഞ്ഞ് Aയുടെ വാല്യൂ 1 വെച്ച് അപ്ഡേറ്റ് ചെയ്യാനുള്ള കോഡുമാണ്. അത് കഴിഞ്ഞ് വൈലിനുള്ളിൽ കണ്ടീഷനായി A less than or equal to 5 എന്നുമാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൽ ആദ്യം ബോഡി എക്സിക്യൂട്ട് ചെയ്യുകയും സക്സസ് പ്രിന്റ് ആവുകയും ചെയ്യും. എന്നിട്ട് Aയുടെ വാല്യൂ 1 കൂടി 2 ആവും. പിന്നെ വൈലിനുള്ളിലെ കണ്ടീഷൻ ട്രൂ ആണോ എന്ന് ചെക്ക് ചെയ്യും. 2 5നേക്കാൾ ചെറുതായതിനാൽ ലൂപ്പ് വീണ്ടും വർക്ക് ചെയ്യും. ഈ ഒരു ലൂപ്പ് Aയുടെ വാല്യൂ 5 ആകുന്നത് വരെ തുടരും. 6 ആവുമ്പോൾ എക്സിറ്റ് ആവുകയും ചെയ്യും. നമുക്ക് ഔട്ട്പുട്ടായി 5 ടൈംസ് സക്സസ് പ്രിന്റ് ആവുകയും ചെയ്യും.
അപ്പോൾ ഇതാണ് സി പ്രോഗ്രാമിലെ 3 ടൈപ്പ് ലൂപ്സ്. ഇനി നമ്മൾ ഇൻപുട്ട് ഔട്ട്പുട്ട് ഫംഗ്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. ഈ കഴിഞ്ഞ എക്സാമ്പിൾ പ്രോഗ്രാംസിലൊക്കെ നമ്മൾ ഉപയോഗിച്ചത് printf scanf ഫംഗ്ഷൻസ് ആണ്. ഇവയെ കുറിച്ച് നോക്കാം. കീബോർഡിൽ നിന്നും ഇൻപുട്ട് എടുക്കാൻ നമ്മൾ scanf എന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഔട്ട്പുട്ട് ആയി നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് printf ആണ് ഉപയോഗിക്കുന്നത്. ഇത് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഒരു പ്രോഗ്രാമാണ് എക്സാമ്പിൾ ആയി കൊടുത്തിട്ടുള്ളത്. ആദ്യം നമ്മൾ ഹെഡർ ഫയൽ എഴുതി, മെയിൻ ഫംഗ്ഷൻ എഴുതി, അതിനുള്ളിൽ a എന്ന് പറഞ്ഞൊരു വേരിയബിൾ ഇന്റീജർ ആയിട്ട് ഡിഫൈൻ ചെയ്തു. ഈ വേരിയബിളിലേക്ക് ഇന്റീജർ വാല്യൂ മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് int എന്ന കീവേഡ് ഉപയോഗിച്ചത്. ഇനി നമുക്ക് ക്യാരക്ടേഴ്സ് ആണ് സ്റ്റോർ ചെയ്യണമെങ്കിൽ char എന്ന കീവേഡ് കൊടുക്കണം. ഓക്കെ, അപ്പോൾ a എന്ന വേരിയബിൾ ഡിക്ലെയർ ചെയ്തു. ഔട്ട്പുട്ട് ആയിട്ട് നമുക്ക് കാണാൻ enter a വേരിയബിൾ എന്ന് printfനുള്ളിൽ കൊടുത്തു. printfനുള്ളിൽ ഔട്ട്പുട്ട് ആയി കൊടുക്കുമ്പോൾ ഡബിൾ കോട്ട്സിനുള്ളിൽ വേണം കൊടുക്കാൻ. എന്തെങ്കിലും വാല്യൂ മാത്രം പ്രിന്റ് ചെയ്യാനാണെങ്കിൽ ഡബിൾ കോട്ട്സ് ഇല്ലാതെയും കൊടുക്കണം. ഇനി നമുക്ക് ഇൻപുട്ട് നൽകാനായി സ്കാനഫും സ്കാനഫിനുള്ളിൽ ഡബിൾ കോട്ട്സിനുള്ളിൽ %d, ആംപർസാൻഡ് നൽകണം. ഇതെന്തിനാണെന്ന് വെച്ചാൽ ഇൻപുട്ടായി നമ്മൾ നൽകുന്ന വാല്യൂ എയിലേക്ക് സ്റ്റോർ ചെയ്യുന്നതിന് ആംപർസാൻഡ് എന്നും ആ വാല്യൂ ഇന്റീജർ ആയതിനാൽ %d എന്നും കൊടുക്കും. പിന്നീട് നമ്മൾ ഇൻപുട്ടായി നൽകിയ വാല്യൂ പ്രിന്റ് ചെയ്യുന്നതിനാണ് printfനുള്ളിൽ the number is %d, a എന്ന് നൽകിയിട്ടുള്ളത്. ഇതിൽ a നൽകിയത് ഡബിൾ കോട്ട്സ് കഴിഞ്ഞ് കോമ ഇട്ടാണ്. പിന്നീട് getch എന്ന ഫംഗ്ഷൻ ആണ് നൽകിയിട്ടുള്ളത്. getch ഉപയോഗിക്കുന്നത് ഔട്ട്പുട്ട് സ്ക്രീൻ ഹോൾഡ് ചെയ്ത് വെക്കാനാണ്. getch നൽകിയിട്ടില്ലെങ്കിൽ ഔട്ട്പുട്ട് സ്ക്രീൻ കുറച്ചു നേരം മാത്രമേ നിൽക്കുകയുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത വീഡിയോക്കായി വെയിറ്റ് ചെയ്യും.